ഈ തൃണമൂൽ കോൺഗ്രസ് കേട്ടില്ലേ, ആ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ക്ലച്ച് പിടിക്കുമോ? ക്ലച്ച് പിടിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കേരളത്തിലേക്ക് ആദ്യമായിട്ട് വന്നത് അനുവറിൻ്റെ ഇതിലാണല്ലോ തൃണമൂൽ കോൺഗ്രസ് അല്ലേ. അതുകൊണ്ട് അനുവറിൻ്റെ എത്രത്തോളം ഉണ്ട് അതുപോലെ ഇരിക്കും കോൺഗ്രസിൻ്റെ ബെനിഫിറ്റും. നമുക്കറിയില്ല. അനുവർ ഉള്ളതുകൊണ്ട് വരും, ഒരു സാധ്യതയില്ല, പിന്നെ അൻവറല്ലേ നേതാവ്, ഒരു സാധ്യതയില്ല. തൃണമൂൽ കോൺഗ്രസ് സത്യത്തിൽ ഇവിടെ ഇല്ലല്ലോ, ശരിക്കും ഇല്ലാത്തൊരു പാർട്ടിയാണ്. അപ്പോൾ UDF LDF എന്നുള്ള പഴയ സ്ഥിതിയിൽ നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ കേരളത്തിലെ ജനങ്ങളൊക്കെ ബോധമുള്ള ആളുകളല്ലേ, അവരതിനനുസരിച്ച് തന്നെയാണ് എന്തായാലും വോട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യുള്ളൂ. ബംഗാളിലൊക്കെ ഭരിക്കുന്ന അവർ കേരളത്തിൽ വന്നുകൊണ്ട് ക്ലച്ച് പിടിക്കുമോ? അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല, വന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. എന്തായാലും വരട്ടെ, വന്നിട്ട് ബാക്കി ആലോചിക്കാം. നമ്മുടെ കേട്ടുകളില്ലാത്താണ് ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ പാർട്ടി. സംശയമാണ്, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ആ ചെറിയൊരു സാധ്യത മലപ്പുറം ജില്ലയിൽ നോക്കാന്നുള്ളൂ, വേറെ സാധ്യതയൊന്നുമില്ല. കേരളത്തിൽ വന്ന തൃണമൂൽ കോൺഗ്രസിന് വലിയ ബേസ് ഉണ്ടായില്ല. ബംഗാളത്തെ അല്ലേ നമ്മുടെ മെയിൻ കോൺഗ്രസ് രാഹുൽ ഗാന്ധിൻ്റെ, അതിനെ വാല്യൂ ഉള്ളൂ. തൃണമൂൽ കോൺഗ്രസിന് വാല്യൂ ഇല്ല അവിടെ, കേരളത്തിലില്ല. ആൾക്കാർ ഏതെങ്കിലും ഒരു പാർട്ടി രൂപീകരിച്ച് അത് ക്ലച്ച് പിടിക്കുക വെച്ച് കഴിഞ്ഞാൽ അത്ര ഇല്ല, അത് ക്ലച്ച് പിടിക്കാൻ സാധ്യതയില്ല. കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല. എന്തുകൊണ്ടാ അങ്ങനെ തോന്നുന്നത്? ഇവിടെ പാരമ്പര്യമായിട്ടുള്ള പാർട്ടികളുണ്ടല്ലോ, അവരിനെ മറ്റേ ശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ പാർട്ടി എങ്ങനെ ക്ലച്ച് പിടിക്കാൻ സാധ്യതയില്ല, അങ്ങനെ തോന്നുന്നു. ഒന്നും നടക്കാൻ പോകണില്ല, കേരളത്തിലൊന്നും ഒന്നും നടക്കില്ല. ഇവിടെ ഒന്നും അവരുടെ അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. ഇവിടെ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP അത്രയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പാർട്ടി ഇവിടെ വരാൻ പറ്റില്ല. ഇതിനു മുമ്പ് പാർട്ടി അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി വന്നു, അത് അടിയിൽ കൂടെ പോയി, അതന്നെ അവസ്ഥ. വേണ്ട, ഒന്നുമില്ല. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒന്നാലും വേണ്ട. നമുക്കതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. നമ്മളെന്താ പറയാനാ, നമ്മളൊന്നും പറയാൻ ആളല്ല. പിടിച്ചാൽ കാണാം, അത്രേ ഉള്ളൂ. തൃണമൂൽ കോൺഗ്രസ് ക്ലച്ച് പിടിക്കാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ പോലത്തെ സംസ്ഥാനത്ത് പശ്ചിമ ബംഗാളിലുള്ള ഒരു പാർട്ടി ഇവിടെ ക്ലച്ച് പിടിച്ച് വരാൻ വളരെ സാധ്യത കുറച്ച് കുറവാണ്. പക്ഷേ മികച്ച പ്രവർത്തനത്തിലൂടെ അൻവറിനെ പോലുള്ള ഒരാൾ ഒരു മികച്ച പ്രവർത്തനത്തിലൂടെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് അൻവറിന് നല്ല സ്വാധീനമുണ്ട്, നിലമ്പൂരൊക്കെ. അപ്പോൾ അവിടുന്ന് ചിലപ്പോൾ ക്ലച്ച് പിടിച്ച് ആ ഒരു മേഖലയിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ പാലക്കാട് മേഖലയിലേക്ക് സാധ്യത കുറവാണ്. ആ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ വളർന്നു വരാൻ അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കാൻ എന്ത് സാധ്യത? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി നിന്നാൽ പെട്ടെന്ന് നടക്കൂല. പുതിയ പാർട്ടി കേരളത്തിൽ അത് അങ്ങനെ പലതും വന്നില്ല. ഇവിടെ RSP എന്ന് പറഞ്ഞൊരു പാർട്ടി പഴയ കാലത്തേ ഉണ്ടായിരുന്നു, ശ്രീനിവാസനൊക്കെ മന്ത്രിയായിരുന്നു, അവർക്കേ ക്ലച്ച് പിടിച്ചില്ല, 70 സമുദായത്തിൻ്റെ. പിന്നെ ഇതൊന്നും പെട്ടെന്ന് ക്ലച്ച് പിടിക്കാൻ സാധ്യത വളരെ കുറവാണ്. മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചാൻസ് കുറവാണ്. എങ്ങനെയായാലും ഒരു 3 മുന്നണികളുടെ ഇടയിൽ പുതിയൊരു ക്ലച്ചിന് സാധ്യത കുറവാണ്. അത് ഇന്ത്യ മുന്നിലേക്ക് കയറി പറ്റാനുള്ളൊരു തന്ത്രം അതായിട്ടാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം അന്നത്തെ അവിടെ കൂടിയ ആളുകളൊക്കെ ഒരു അൻവറിൻ്റെ അനുയായികളാണെന്നുള്ളത് കാരണമൊക്കെ വെറുതെയാണ്. ശരിക്കും കേരളത്തിൽ സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാരണം അതിന് മുൻപ് ഇപ്പോൾ DIC ഉണ്ടാക്കിയിട്ട്, കാരണം DIC ഉണ്ടാക്കിയിട്ടൊന്നും എത്രത്തോളം പോയി നമ്മൾ കണ്ടതാണ്. ഇവിടെയുള്ള 3 മുന്നണികളിലുള്ള കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോ അനുസരിച്ചിട്ട് സാധ്യത വളരെ കുറവാണ്.